ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് നേടും, ആര് വീഴും എന്നുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വന്നു തുടങ്ങുകയാണോ? ഏതായാലും എക്സിറ്റ് പോൾ സർവേ ഫലസൂചനകൾ പുറത്തുവന്നു കഴിഞ്ഞു. പ്രമുഖ സർവേകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള പ്രവചനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. 350-ലധികം സീറ്റുകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലസൂചനകളിൽ ഭൂരിപക്ഷവും പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നുള്ള നിർണായകമായ പ്രവചനങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് എക്സിറ്റ് പോളുകളിലൂടെ ദേശീയ മാധ്യമങ്ങൾ. കേരളത്തിൽ UDFന് കുതിപ്പാണെങ്കിലും LDFന്റെ അക്കൗണ്ട് പൂട്ടിച്ചുകൊണ്ട് NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള കണക്കുകളാണ് ചർച്ചയായിരിക്കുന്നത്. ABP സി വോട്ടർ സർവേയിൽ UDFന് 17 സീറ്റുകളും NDAക്ക് 3 സീറ്റുകളുമാണ് പ്രവചിക്കുന്നത്. അതേസമയം LDF വട്ടപൂജ്യമാകും. അതായത് ഒരു കനൽ തരി കൂടി നഷ്ടപ്പെടും CPMന്, LDFന്. അതേസമയം BJP അക്കൗണ്ട് തുറക്കും. അത് തൃശൂർ ലോക്സഭാ മണ്ഡലം തന്നെ ആയിരിക്കും എന്ന മട്ടിലുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് ടൈംസ് നൗ ETG എക്സിറ്റ് പോളും പ്രവചിച്ചിരിക്കുന്നത്. കേരളത്തിൽ UDF കുതിപ്പിനിടയിലും NDA 3 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതകൾ പ്രവചിക്കുന്നവരും കുറവല്ല. ഏതായാലും ABP സി വോട്ടർ സർവേയിൽ UDFന് 17ഉം NDAക്ക് 1 മുതൽ 3 വരെയും LDFന് 0 അതായത് LDFന് കയ്യിലുള്ള ഒരു സീറ്റ് കൂടി നഷ്ടമാകുമെന്നുള്ളതാണെങ്കിൽ ടൈംസ് നൗ ETG സർവേയിൽ LDFന് 4ഉം UDFന് 15ഉം NDAക്ക് 1 എന്നുള്ളതാണ്. അതായത് വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കാൻ പോവുകയാണ് കേരളത്തിൽ. മുൻ വർഷങ്ങളിലേതിന് സമാനമായി വോട്ട് നില മെച്ചപ്പെടുത്തുക മാത്രമല്ല, ഇത്തവണ BJP അക്കൗണ്ട് കൂടി തുറക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും LDFന് 0, തൃശൂരിൽ സുരേഷ് ഗോപി എന്നുള്ള ABP സി വോട്ടർ എക്സിറ്റ് പോൾ സർവേകൾ BJP ക്യാമ്പുകൾക്ക് ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ്. ശക്തിയേറിയ പോരാട്ടം നടന്ന തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ കേരളത്തിൽ സജീവ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ LDFന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന ABP സി വോട്ടർ സർവേ പ്രവചിച്ചിരിക്കുകയാണ്. UDFന് 17 മുതൽ 19 സീറ്റ് വരെയും NDAക്ക് 1 മുതൽ 3 സീറ്റ് വരെയും നേടാമെന്നും ABP സി വോട്ടർ പ്രവചിക്കുന്നു. ശക്തിയേറിയ പോരാട്ടം നടന്ന തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ഏതായാലും കേരളത്തിൽ UDF ജയിക്കുമെന്നാണ് ടൈംസ് നൗവിന്റെ സർവേ. BJP അക്കൗണ്ട് തുറക്കുമെന്നും പ്രവചനമുണ്ട്. BJP ഒരു സീറ്റ് നേടി അക്കൗണ്ട് തുറക്കുമെന്നും ടൈംസ് നൗ പ്രവചിക്കുന്നു. തൃശൂരിൽ BJP ജയിക്കുമെന്നാണ് പ്രവചനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു രാജ്യമൊന്നാകെ. ഏതായാലും കേരളത്തിൽ UDFന് 14 മുതൽ 15 സീറ്റും LDFന് 4 സീറ്റും നേടാനാകുമെന്നാണ് ടൈംസ് നൗ പ്രവചിക്കുന്നത്. BJP ഒരു സീറ്റ് അക്കൗണ്ട് തുറക്കുമെന്നും ടൈംസ് നൗ പ്രവചിക്കുന്നു. തൃശൂരിൽ BJP ജയിക്കുമെന്നാണ് പ്രവചനം. അതേസമയം കേരളത്തിൽ LDFന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് ABP സി വോട്ടർ സർവേ പ്രവചിച്ചിരിക്കുന്നത്. UDFന് 17 മുതൽ 19 സീറ്റ് വരെയും NDAക്ക് 1 മുതൽ 3 സീറ്റ് വരെയും നേടാമെന്നും ABP സി വോട്ടർ പ്രവചിക്കുന്നു. ശക്തിയേറിയ പോരാട്ടം നടന്ന തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്.